ആരോടും എന്തും വെട്ടിത്തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യൻ നായനാർ സാർ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ യു ആർ എഫിഷ്യന്റ് മിസ്റ്റർ വർമ്മ എന്ന്. മുഖലക്ഷണം നോക്കി അല്ലടോ എന്റെ സർവീസ് റെക്കോർഡ് കണ്ടിട്ട്. സാർ, അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ പോയ CI നമ്പീശൻ സാറ് വന്നിട്ടുണ്ട്. ഓ, എന്നിട്ട് തുമ്പ് വല്ലതും കിട്ടിയോ? പ്രതികളുടെ വിരലടയാളങ്ങളും കൈയടയാളങ്ങളും കിട്ടിയിട്ടുണ്ട്. എല്ലാം നമ്പീശൻ സാറിന്റെ പുറത്താണെന്ന് മാത്രം. ഓ, താനും തല്ലും കൊണ്ട് തിരിച്ചു പോന്നോ? എടോ, ഈ കൊലക്കേസ് അന്വേഷിക്കാൻ ആദ്യം പോയ ജോൺ ലൂക്കോസ് ഇരുട്ടടിയും കൊണ്ട് 4 മടങ്ങി വന്നപ്പോ താൻ എന്തോ പറഞ്ഞേ, തനിക്കാരെയും പേടിയില്ല, താൻ പോയി പ്രതികളെ കയ്യാമം വെച്ചോണ്ട് വരാമെന്ന് അല്ലേ? തനിക്ക് വിരട്ടടി തന്നെയാണോ കിട്ടിയത്? അതെ സാർ. ഭാഗ്യം. അധികമായി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായില്ലല്ലോ. ഓ, അജയൻ കൊലക്കേസ് എന്തായെന്ന് അന്വേഷിക്കാൻ IG ആയിരിക്കും. ഞാൻ അങ്ങേരോട് എന്ത് സമാധാനം പറയും? അജയൻ കൊലക്കേസ് അന്വേഷിക്കാൻ ചെല്ലുന്നവരെ തീർത്ത് കളയാന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ പ്ലാൻ. സാറിനോടുള്ള സ്നേഹം കൊണ്ട് പറയാം, സാർ നേരിട്ട് തന്നെ കേസ് അന്വേഷിക്കണം. ഓ, എന്തൊരു സ്നേഹം! കടന്നു പോണോ എന്റെ മുമ്പിൽ. ഇനി ഈ കേസ് ആരെ കൊണ്ട് ഞാൻ അന്വേഷിപ്പിക്കും? സാർ, എന്താണോ? ഇന്നലെ രാത്രി വീട്ടിൽ കള്ളം കയറി. കള്ളന്മാരിൽ നിന്നും സ്വന്തം വീട് പോലും സംരക്ഷിക്കാൻ കഴിയാത്ത താനൊക്കെ എവിടുത്തെ പോലീസുകാരനാണോ? അല്ല സാർ, കള്ളന്മാർക്ക് പോലും പേടിയില്ലെങ്കിൽ പിന്നെ തനിക്കൊക്കെ എന്തിനാണോ ഈ കാക്കി കുപ്പായം? സാർ, സാറിന്റെ വീട്ടിലാ കള്ളം കയറിയത്. എന്റെ വീട്ടിലോ? സാറിനെ വിളിച്ച് കിട്ടാഞ്ഞിട്ട് സാറിന്റെ മോള് ലക്ഷ്മി സെക്ഷനിൽ വിളിച്ച് പറഞ്ഞതാ. വീട്ടിൽ നിന്ന് പല സാധനങ്ങളും കാണാതെ പോയത് മോൾ ഇപ്പോഴാ അറിയുന്നത്. അങ്ങനെ പൂട്ടോ ജനൽ കമ്പിയോ പൊളിക്കാതെ അകത്ത് കയറണമെങ്കിൽ ആദോടിയും ചന്തു ആയിരിക്കണം. അവനെ കാലത്ത് സ്മഗ്ലിംഗ് മാർക്കറ്റിൽ കണ്ടവരുണ്ട്. ഇതുപോലൊരു സെറ്റ് ഇവിടെ എത്ര രൂപ എടുക്കും? സാധനം കാണട്ടെ. കാണാനൊന്നുമില്ല. നാഷണൽ പാനാസോണിക്കിന്റെ ഇതേ മോഡൽ, ഇതേ കളർ. ഇന്നലെ ചേട്ടൻ പേർഷായിന്ന് കൊണ്ടുവന്നതാ. സെറ്റ് ഉണ്ടോ? 1000 രൂപ റെഡി ക്യാഷ് തന്നേക്കാം. 1000 രൂപ? എന്താണ് ബായി ഇത്? കാശിന് കുറച്ച് അത്യാവശ്യം ഉണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ ഈ സെറ്റ് ഇവിടെ 2000 രൂപയ്ക്കല്ല വെക്കുന്നത്. എനിക്കൊരു 1750 രൂപയെങ്കിലും കിട്ടും. 1750 രൂപ? എടോ, അത് ഇവിടെ 1200 രൂപയ്ക്ക് വെക്കണ സാധന. ആ വിലക്ക് തന്നെ ആരെങ്കിലും എടുത്താലായി. ഇത് കേട്ടാ, നാഷണൽ പാനാസോണിക്കിന്റെ സ്റ്റീരിയോ ഡബിൾ സ്പീക്കർ 1200 രൂപയ്ക്കാണ് വെക്കണമെന്ന്. എടോ, സെറ്റ് എവിടെ വെക്കേ? താനെന്താ ആളെ കളിയാക്കണോ? പിന്നെ മനുഷ്യനെ പച്ചക്ക് പറ്റിക്കാൻ വേണ്ടി മാത്രം കട തുറന്നു വെച്ചിരുന്ന എന്ത് ചെയ്യും? ഇതിന് 1200 ഉള്ള. ഇത് ഇവിടെ 1200 വെക്കും. അത് എന്റെ സൗകര്യം. താനാ സെറ്റ് എവിടെ? 1200. എല്ലാരും കേട്ടല്ല? 1200 സാധനം ഞാൻ എടുത്തു. അല്ല എടോ, താൻ സെറ്റ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട്. ഒരു കച്ചവടം ആകുമ്പോ കൊടുക്കാനും ഉണ്ടാകും, വാങ്ങാനും ഉണ്ടാകും. കൊടുക്കൽ വാങ്ങൽ, അതാണല്ലോ കച്ചവടം. ഗീവ് ആൻഡ് ടേക്ക് എന്ന് കേട്ടിട്ടില്ലേ? വരട്ടെ. കോൺസ്റ്റബിൾ പവിത്രനല്ലേത്? താനെന്ന് ഡ്യൂട്ടിക്ക് കയറിയില്ലേ? ഞാൻ ഡ്യൂട്ടിയിലാണ് സാറേ. ഞാനൊരു സെറ്റ് വാങ്ങാൻ ഇറങ്ങിയതാ. ഡ്യൂട്ടി സമയത്തോ? ഹൗ ഡെയർ യു സ്പീക്ക് ലൈക്ക് ദിസ്? എന്ത് ധൈര്യത്തിലാ ഡ്യൂട്ടി സമയത്ത് സെറ്റ് വാങ്ങാൻ വന്നത്? കൃത്യവിലോപം ഞാൻ വെച്ചു ഉറപ്പിക്കില്ല. സാറേ, ഞാൻ ഒരു കൃത്യവിലോപവും ചെയ്തിട്ടില്ല. സാറിന്റെ മകള് മഹാലക്ഷ്മി പറഞ്ഞൊരു കൃത്യം ചെയ്യാനാ ഞാൻ വന്നത്. ഒരു സെറ്റ് വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ ആ കൃത്യം ചെയ്തു. മഹാലക്ഷ്മിയോ? അതെ സാറേ, സാറിന്റെ മകളും സാറിനെ പോലെ തന്നെയാ. പറഞ്ഞേൽപ്പിച്ച കാര്യം ചെയ്യാതെ കൃത്യവിലോപം കാണിച്ചാൽ വെച്ചു ഉറപ്പിക്കല്ല. ഞങ്ങള് പാവം പോലീസുകാർ എന്ത് ചെയ്യാനാ സാറേ? എന്ത് കേൾക്കാതെ ഇവിടെ നിൽക്കുന്നേ? ഓടിയതേ പിടിക്കുക. സാറേ, ഭദ്രമായിട്ട് ടേപ്പ് റെക്കോർഡർ ലക്ഷ്മി ഏൽപ്പിക്കണം. എടോ, താൻ അങ്ങോട്ട് പോ. വാ, പുറകെ വാ. എടാ, ഓടിയാ നിക്കടാ അവിടെ. ഒരു നേരം കാലമില്ലേ? പരിസരബോധമില്ലാത്ത വർഗം. എങ്ങോട്ട് പോയത്? എന്നെ രക്ഷിക്കണേ. നിക്കടാ, ഓടിയാ. നിക്കാനാ പറഞ്ഞത്. എനിക്ക് നിക്കാൻ അറിയില്ല, കക്കാനേ അറിയൂ. ഓടി ഓടി മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു. ചേച്ചി, ഈ മൂത്രം ഒഴിക്കുന്ന സ്ഥലം എവിടെയാ? അവിടെ പോലീസ്. എവിടെ പോയാ പെരിച്ചാഴി? കാണുന്നില്ല സാർ. വാ.
രക്ഷപ്പെട്ട് പോലീസുകാർ പോയി. എടാ ഒടിയാ. ഞാൻ പിടിതരില്ല. പിന്നെയും പുറകെ വരുന്നു. പതിയെ വീഴേ. ഇവന്മാരെന്തിനാ കള്ളനെ പിടിക്കാൻ നടക്കുന്നത്? വേറെ പണിയില്ലേ? പോകാം. വണ്ടി എവിടാ കിടക്കുന്നേ? അയ്യോ അമ്മേ. സാറേ, പവിത്ര സാർ ഇങ്ങനെ മുട്ടുമടക്കി ഇടിക്കരുത്. പോലീസുകാർ കള്ളന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പാടില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെന്നേ. പോലീസുകാര് കള്ളന്മാരുടെ മുമ്പിൽ കൈ നീട്ടാൻ പാടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാ നിന്നെ കൈ നീട്ടി അടിക്കാത്തത്. നീ എങ്ങനെയാണ് ഓടിയാ ജനല് വാതിൽ പൊളിക്കാതെ വീടിന്റെ അകത്ത് കയറുന്നത്? അയ്യോ, അതെന്റെ ട്രേഡ് സീക്രട്ടാ. ഞാൻ പുറത്തു പറയില്ല. നിന്നെ കൊണ്ട് പറയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് എന്റെ വീട്ടിലെ കയറണമല്ലേ? അയ്യോ, അടിക്കരുത് സാറേ. സത്യം പറയാലോ, തൊണ്ടി മുതലെല്ലാം ഞാൻ എടുത്തോണ്ട് തരാം. അതിനു മുമ്പ് സാറിനോട് എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ഇവരുടെ ആരുടെയും മുന്നിൽ വെച്ച് പറയാൻ പറ്റിയ കാര്യമല്ല. പ്രമാദമായ ഒരു കാര്യം ഞാൻ സാറിന് കാണിച്ചു തരാം. ഇതാണോടാ തെണ്ടി പ്രമാദമായ കാര്യം കാണിക്കാനുണ്ടെന്ന് പറഞ്ഞത്? സാറെ അടിക്കരുത്. സാർ ഉദ്ദേശിച്ച കാര്യമാണെങ്കിൽ അത് തീരെ അപ്രധാനമായ കാര്യമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് എനിക്ക് കാണിക്കാനുള്ളത്. സാറിന്റെ മകൾ എഴുതിയ പ്രണയലേഖനം ഇന്നലെ സാറിന്റെ മകളുടെ മുറിയിൽ നിന്നും കിട്ടിയതാണ്. ആർക്കാ അവൾ എഴുതിയിരിക്കുന്നത്? മറ്റാർക്കുമല്ല, സാറിന്റെ കീഴിലുള്ള വെറും തുക്കട പോലീസുകാരനായ പവിത്രന്. ചതിച്ചോ? വായിച്ചു നോക്ക്. പ്രിയപ്പെട്ട പവിയേട്ട, ലോകത്ത് എവിടെയെങ്കിലും ഒരു പോലീസ് സൂപ്രണ്ടിന്റെ മകൾ പോലീസ് കോൺസ്റ്റബിളിനെ പ്രണയിച്ച ചരിത്രമുണ്ടോ എന്നറിയില്ല. പക്ഷെ എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു മായാജാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സാധനം പൊതുജനങ്ങൾക്കുള്ളതാ. പവിയേട്ടന്റെ കണ്ണുകൾക്ക് എന്തൊരു കാന്തശക്തിയാണ്. കാന്തമോ? പവിയേട്ടൻ ഒരിക്കലും ഒരു സാധാ പോലീസുകാരനാകേണ്ട ആളല്ല. പവിയേട്ടന്റെ 10% പോലും കഴിവും തന്റെ ഇടവും ഇല്ലാത്ത എത്ര പേരാണ് പോലീസിന്റെ തലപ്പത്തിരിക്കുന്നത്. SP-യുടെ തൊപ്പി അച്ഛനേക്കാൾ നന്നായിട്ട് ഇണങ്ങുന്നത് പവിയേട്ടനാണ്. സാറിന്റെ മകളായതുകൊണ്ട് പറയുന്നതല്ല, നല്ല വിവരമുള്ള കുട്ടി. അച്ഛൻ എന്നെ IG-യുടെ മകനെ കൊണ്ട് കെട്ടിക്കാനുള്ള ശ്രമത്തിലാണ്. പവിയേട്ടൻ എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പറഞ്ഞാൽ ലോകത്തിന്റെ ഏത് കോണിലേക്കും ഇറങ്ങി വരാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്വന്തം മഹാലക്ഷ്മി. ഈശ്വര, ഇത് കത്തിന്റെ ഒരു കോപ്പി മാത്രമാണ്. എന്നെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി തന്നില്ലെങ്കിൽ കത്തിന്റെ ഒറിജിനൽ IG ഉൾപ്പെടെ സകല പേരെയും ഞാൻ കാണിക്കും. എന്തു പറയുന്നു മിസ്റ്റർ SP സാർ? സാർ, മോള് കാണാൻ വന്നിട്ടുണ്ട്. ആ വന്നോ? എടോ, ആ പവിത്രൻ എവിടെ ഉണ്ടോ? സാറ് പേടിക്കണ്ട, പവിത്ര മോൾക്ക് കമ്പനി കൊടുക്കുന്നുണ്ട്. ഏ ഞാനിപ്പ പറഞ്ഞേ ഉള്ളൂ.